നമസ്കാരം. ഡൽഹിയിൽ നിന്നും ചില ശുഭകരമായ വാർത്തകൾ വരികയാണ്. വിദ്യാർത്ഥികളും യുവാക്കളും ചേർന്ന് CJP എന്ന പാർട്ടിയുടെ പിന്തുണയിൽ നടത്തി വന്നിരുന്ന 30 ദിവസത്തിലധികമായുള്ള പ്രക്ഷോഭം, ജന്തർ മന്ദർ കേന്ദ്രമാക്കിയുള്ള പ്രക്ഷോഭം ഏതാണ്ടൊക്കെ അവസാനിക്കാനുള്ളൊരു സ്ഥിതിവിശേഷം വന്നിരിക്കുന്നു. ഡൽഹിയിലെ ആശുപത്രിയിൽ അറസ്റ്റിൽ നിരാഹാരം തുടരുകയായിരുന്ന സോനം വാങ്ചുക്, സമരത്തിന്റെ ഒരു നേതാവ് സോനം വാങ്ചുക് നിരാഹാരം അവസാനിപ്പിച്ചിരിക്കുന്നു. കേന്ദ്രമന്ത്രിമാരായ JP നദ്ദയും ജിതേന്ദ്രയും ചെന്ന് നേരിട്ട് കണ്ട് അദ്ദേഹത്തിന് ചർച്ച നടത്തുകയും ചില കാര്യങ്ങളിൽ ഉറപ്പുകൊടുക്കുകയും ചെയ്തു. കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ ഉറപ്പ് നൽകിയിട്ടില്ല. പക്ഷേ വാങ്ചുക്കിനെതിരെയും മറ്റ് വിദ്യാർത്ഥി പ്രക്ഷോഭകർക്കെതിരെയും ഒക്കെ ഇതുവരെ എടുത്ത കേസുകളൊക്കെ പിൻവലിക്കാമെന്ന് ഉറപ്പുകൊടുത്തിരിക്കുന്നു. നേരത്തെ പ്രധാനമന്ത്രി അറിയിച്ചതുപോലെ ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കും. ഈ നീറ്റ് പരീക്ഷയിലെ ക്രമക്കേടിന് അതിൽ അറസ്റ്റിലായ പ്രതികൾക്കെതിരെയുള്ള ശിക്ഷ എത്രയും പെട്ടെന്ന് നടപ്പാക്കി കിട്ടാൻ, അങ്ങനെ ശിക്ഷ തീരുമാനിക്കാനായിട്ട് അങ്ങനെ ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. ഇപ്പോൾ കേസുകൾ പിൻവലിക്കുന്ന അടക്കം എല്ലാ കാര്യങ്ങളിലും ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ഒഴികെ ബാക്കി എല്ലാ കാര്യങ്ങളിലും വളരെ വ്യക്തമായ ഉറപ്പ് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സോനം വാങ്ചുക് പറഞ്ഞത് താൻ നിരാഹാരം അവസാനിപ്പിച്ചിരിക്കുന്നു. രാജ്യത്തിന്റെ കുട്ടികളുടെ ഭാവിക്ക് വേണ്ടിയാണ് താൻ നിരാഹാരം അവസാനിപ്പിക്കുന്നത്. അതുപോലെ തന്നെ കുട്ടികൾക്കെതിരായ കേസുകൾ പിൻവലിക്കുമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. നീതി കിട്ടണം എന്ന് തന്നെയായിരുന്നു ആവശ്യം. ഇനിയും താൻ നിരാഹാരം തുടർന്നാൽ തന്റെ ജീവിതം ചിലപ്പോൾ അവസാനിക്കുമായിരിക്കും. പക്ഷേ ഈ സമരം ഒരു ലക്ഷ്യത്തിലേക്ക് എത്തണമെന്നതിൽ തനിക്ക് ഏറെ ആഗ്രഹമുണ്ട്. അതുകൊണ്ട് തന്നെ സമരത്തിലേക്ക് ഏതാണ്ട് ചില നിർണായകമായ തീരുമാനങ്ങളുമായി താൻ വരുന്നു എന്നാണ് സോനം വാങ്ചുക് പിന്നീട് മാധ്യമങ്ങൾക്ക് നൽകിയ ആ സന്ദേശത്തിൽ അറിയിച്ചത്. എന്തായാലും കേന്ദ്രമന്ത്രിമാർ രണ്ടുപേരും, ജിതേന്ദ്ര സിംഗും JP നദ്ദയും, നദ്ദ നേരത്തെ തന്നെ CJP നേതാക്കളുമായി ചർച്ച നടത്തിയിരുന്നു സമരം അവസാനിപ്പിക്കുന്നതിനെ സംബന്ധിച്ച്. ഇപ്പോഴെന്തായാലും വളരെ നിർണായകമായ ഒരു തീരുമാനമാണ് സോനം വാങ്ചുക്കിന്റെ ഭാഗത്തു നിന്നും വന്നിരിക്കുന്നത്. നിരാഹാരം അവസാനിപ്പിക്കുന്നത് സമരം അവസാനിപ്പിക്കുന്നത് ഏതാണ്ടൊക്കെ തുല്യമാണ്. അതേസമയം ഡൽഹിയിൽ വിദ്യാർത്ഥികൾക്ക് നേരെ ജന്തർ മന്ദറിന് ചുറ്റിലും വിദ്യാർത്ഥികൾക്ക് നേരെ പോലീസ് നടത്തിയ ആ നരനായാട്ട്, പക്ഷെ അത് ഇത്തവണ പോലീസ് വളരെ വ്യക്തമായ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. 480ഓളം പാക് അക്കൗണ്ടുകളും ഹാൻഡിലും ഒക്കെ സമൂഹ മാധ്യമ ഹാൻഡിലുകൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇവയെല്ലാം ഈ സമരത്തെ സംബന്ധിച്ച ഫേക്ക് വീഡിയോകൾ പ്രചരിപ്പിക്കുകയാണ്. ഇത്തരം കിംവദന്തികളിൽ ചാടരുതെന്ന് ഡൽഹി പോലീസ് വിദ്യാർത്ഥികൾക്ക് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അതുപോലെ തന്നെ ഇത്തരം ഹാൻഡിലുകൾ കണ്ടെത്തി അത് നീക്കം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് രാജ്യത്ത് നിന്നും എന്ന് ഡൽഹി പോലീസ് DCP അമിത്ഷാ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും ഇത്തരമൊരു സ്ഥിതിവിശേഷത്തിൽ സമരക്കാർക്കെതിരെ, വിദ്യാർത്ഥികൾക്കെതിരെ പോലീസ് പെല്ലറ്റ് ഗണ്ണുകൾ വരെ പ്രയോഗിച്ചു എന്നൊരു ആരോപണം ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. നിരവധി പേർക്ക് ശരീരത്തിൽ പെല്ലറ്റുകൾ തറച്ച് പരിക്കിയിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ പോലും നിർദ്ദേശം നൽകിയിട്ടുണ്ട്, വിദ്യാർത്ഥികൾക്കെതിരെ സമരം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് നേരെ ഒരിക്കലും പെല്ലറ്റ് ഗണ്ണുകൾ ഉപയോഗിക്കരുതെന്ന്. പക്ഷേ ഡൽഹി പോലീസിന്റെ കയ്യിൽ ഈ പെല്ലറ്റ് ഗണ്ണുകൾ ഇല്ല എന്ന് ഡൽഹി പോലീസ് പറയുന്നു. CRPFന്റെ കയ്യിൽ ഇത്തരം പെല്ലറ്റ് ഗണ്ണുകൾ ഉള്ളതായി സൂചനയുണ്ട്. എന്തായാലും കാശ്മീരിൽ അവിടുത്തെ പ്രക്ഷോഭകർക്കെതിരെ പ്രയോഗിച്ചിരുന്ന പെല്ലറ്റ് ഗണ്ണുകൾ ഡൽഹിയിൽ സമരക്കാർക്കെതിരെ പ്രയോഗിച്ചതിൽ ഇപ്പോൾ രൂക്ഷമായ വിമർശനം ഉയരുകയാണ്. കേരളത്തിൽ നിന്നുള്ള നിരവധി പേർ ഇപ്പോൾ സമരത്തിനായി ഡൽഹിയിലേക്ക് എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ പല സംസ്ഥാനങ്ങളിൽ നിന്നും ഈ CJPയുടെ സമരത്തിനായി നിരവധി എത്തിയിട്ടുണ്ട്. പക്ഷേ കേന്ദ്രം ദേശീയ സുരക്ഷാ നിയമം അവിടെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കാരണം അടുത്ത മാസം ഓഗസ്റ്റ് പകുതി വരെ ദേശീയ സുരക്ഷാ നിയമം അവിടെ നിലവിൽ വരും. ഡൽഹി സിറ്റി പോലീസ് കമ്മീഷണർക്ക് ജുഡീഷ്യൽ പവർ നൽകിയിരിക്കുന്നു. 1 വർഷം വരെ വാറണ്ടോ വിചാരണയോ വാറണ്ടില്ലാതെ അറസ്റ്റ് ചെയ്യാം. 1 വർഷം വരെ കരുതൽ തടങ്കലിൽ പാർപ്പിക്കാം. അത് FIR എടുത്തു കഴിഞ്ഞാൽ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യണമെന്നൊരു ചടങ്ങ് പോലുമില്ല. ഇവരെ കരുതൽ തടങ്കലിലേക്ക് പ്രക്ഷോഭകാരികളെ നീക്കാം എന്നൊരു നിയമപരീക്ഷ കൂടി അതിനുണ്ട്. ഈ നിയമം വേണമോ എന്നാണ് ഇപ്പോൾ പലരും കേന്ദ്ര സർക്കാരിനോട് ചോദിക്കുന്നത്. കാരണം 1980 ഇന്ദിരാഗാന്ധി കൊണ്ടുവന്നതാണ് ഈ ദേശീയ സുരക്ഷാ നിയമം. ആ നിയമം വിദ്യാർത്ഥികൾക്കെതിരെ എടുത്ത് പ്രയോഗിക്കുന്നത് ശരിയല്ല. അവർ ഭാവിയുടെ കുട്ടികളാണ്. അവരെ അനുനയിപ്പിച്ച് അവരെ നേരായ പാതയിൽ കൊണ്ടുപോവുകയാണ് വേണ്ട തരത്തിൽ നിരവധി ആവശ്യങ്ങൾ ഇപ്പോൾ തന്നെ കേന്ദ്രത്തിൽ ഉയർന്നിട്ടുണ്ട്. എന്തായാലും ഇത്തരമൊരു തീരുമാനം, ദേശീയ സുരക്ഷാ നിയമം നീട്ടിക്കൊണ്ടുള്ള
ആ തീരുമാനത്തിനെതിരെ വിമർശനങ്ങൾ ഉയരുന്നു. പക്ഷേ CJPയുടെ സമരം കേന്ദ്ര സർക്കാരിൻ്റെ കണക്കുകൂട്ടലുകൾക്കും അപ്പുറം പാർലമെന്റ് മൺസൂൺ സമ്മേളനം ചേരുമ്പോൾ ഈ കണക്കുകൂട്ടലുകൾക്കും അപ്പുറം ഈ CJPയുടെ സമരം മുന്നോട്ട് പോകുമ്പോൾ എന്തായാലും സമരത്തിന് ഒരു അവസാനം വേണമെന്ന വ്യക്തമായ ധാരണയോടെ ഇപ്പോൾ ഇതാ കേന്ദ്ര സർക്കാർ സമരം ഒത്തുതീർപ്പാക്കാനുള്ള അനുനയ ചർച്ചകളിലൂടെ സമരം ഒത്തുതീർപ്പാക്കാനുള്ള ചില നീക്കങ്ങളുമായി രംഗത്തെത്തിയിട്ടുണ്ട്. അതിന്റെ തുടക്കം തന്നെയാണ് സോനം വാങ്ചുക്കിന്റെ ആശുപത്രി കിടക്കയിൽ നിന്നുള്ള നിരാഹാരം അവസാനിപ്പിക്കുന്നത്. അല്പം കൂടി ശുഭകരമായ കാര്യമാണ്. രാജ്യം ഒരു കലാപ അന്തരീക്ഷത്തിലേക്ക് മാറുന്നതിന് മുമ്പ് തന്നെ പ്രശ്നങ്ങൾ ചർച്ചകളിലൂടെ പറഞ്ഞു തീർക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകുന്നു എന്നതിലും ഒരു പ്രതീക്ഷയുണ്ട് രാജ്യത്തിന്റെ യുവാക്കൾക്ക്.